ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മുടെ ധാരണകളെ ഒക്കെ വല്ലാതെ അങ്ങ് തെറ്റിച്ച് കളയുക. കാരണം ക്രിസ്തുവിനെക്കുറിച്ച് വചനത്തിൽ നാം പഠിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അവൻ സമാധാനം രാജാവാണ് എന്നുള്ളതാണ്. ക്രിസ്തു വന്നിരിക്കുന്നത് തന്നെ ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കാനാണ് എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. എന്നാൽ ഇന്നത്തെ വചനത്തിൽ കർത്താവ് അടിവരയിട്ടെന്നോണം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. ഞാൻ വന്നിരിക്കുന്നത് വാളും കൊണ്ടാണ്. വാൾ എന്തിൻ്റെ പ്രതീകമാണ്? അത് ഭിന്നതയുടെ പ്രതീകമാണ്, അക്രമത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് വാളും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഭിന്നത എവിടെ നിന്ന് തുടങ്ങും? വീട്ടിൽ നിന്ന് തുടങ്ങുമെന്നാണ് പറയണത്. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ ഭിന്നതയുണ്ടാകും, ചങ്ങാതിമാർ തമ്മിൽ ഭിന്നതയുണ്ടാകും. ഇതിൻ്റെ ഒക്കെ കാരണം എന്താ? ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വാൾ ആണ്. അപ്പം അടുത്തൊരു ചോദ്യം, എന്താണ് ഈ വാൾ എന്നുള്ളതും നമ്മൾ അറിയണം. തിരുവചനം പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ ഈ വാൾ എന്ന് പറയുന്ന ഏതാ? അത് ദൈവവചനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുവൻ്റെ മജ്ജയിലും മാംസത്തിലും അസ്ഥിയിലും സന്ധിബന്ധങ്ങളിലൊക്കെ തുളഞ്ഞു കയറുന്നതാണ് ഈ വാളാകുന്ന ദൈവവചനം. വെളിപാട് പുസ്തകത്തിൽ നാം ഇതേ കൺസെപ്റ്റ് കാണുന്നുണ്ട്. വെള്ളക്കുതിരയുടെ മുകളിൽ കയറി വരുന്ന ദൈവത്തിൻ്റെ ശക്തി അത് ദൈവവചനമാണ് എന്ന് അടിവരയിട്ട് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിനു വേണ്ടി നിലപാടെടുക്കുന്നവരെ എതിർക്കാൻ ഏത് സമയത്തും ഏത് കാലത്തും ശത്രുക്കളുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്ന് വെച്ചാൽ, നീ ക്രിസ്തുവിന് വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ ശബ്ദമായിട്ട് നീ മാറുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണ്. അപ്പോൾ നീ ചെയ്യേണ്ടത് എന്താ? എതിർപ്പുകളെ ഭയപ്പെട്ട് നീ പിൻവാങ്ങേണ്ടവനല്ല, ദൈവവചനമാകുന്ന വാൾ ധരിച്ചുകൊണ്ട് മുന്നേറേണ്ടവനാണ് എന്ന് വചനത്തിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തിയ. അപ്പോൾ ഒരു ക്രൈസ്തവൻ്റെ മുഖമുദ്ര അത് ദൈവവചനമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്നത് പലതും അത് കർത്താവുമായിട്ട് ദൈവവചനവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ സെക്കൻഡറിയാ, രണ്ടാം സ്ഥാനത്ത് എന്നുള്ളത് മറന്നു പോകരുത്. കാരണം ദൈവവചനത്തിൻ്റെ മുകളിൽ നീ ഏതൊന്നിനെ പ്രതിഷ്ഠിച്ചാലും നീ കർത്താവിന് സ്വീകാര്യനല്ല. കൂടാതെ ഓർമ്മപ്പെടുത്തുക, കുരിശെടുക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവനും എനിക്ക് യോജിച്ചവനല്ല എന്ന്. അപ്പോൾ കുരിശ് ക്രൈസ്തവൻ്റെ മുഖമുദ്രയാണ് എന്നുള്ളത് തിരിച്ചറിയുക. എന്ന് വെച്ചാൽ, സഹനങ്ങളെ കണ്ട് വേദനകളെ കണ്ട് ഒളിച്ചോടേണ്ടവനും ഒളിച്ചിരിക്കേണ്ടവനും ഓടിപ്പോകേണ്ടവനുമല്ല, അവയെ ധീരതയോടെ നേരിടുവാനുള്ള ഒരു ക്രൈസ്തവൻ്റെ വജ്രായുധമാണ് കുരിശ്. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ ബനവഞ്ചൂരിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മെത്രാനും തിരുസഭ പണ്ഡിതനുമായി സഭാതനയർക്ക് കരുത്ത് നൽകിയ സഭയുടെ ഒരു വലിയ ചൈതന്യമായിരുന്നു വിശുദ്ധ ബനവന്തൂർ. ബനവന്തൂരിനോട് വിശുദ്ധ തോമസ് അക്വീനാസ് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, ഇത്ര വലിയ പാണ്ഡിത്യം, ഇത്ര വലിയ കരുത്ത്, ബലം നിനക്കെവിടെ നിന്നാ കിട്ടുന്നേ? ബനവന്തൂര് പറയുന്നത് തൻ്റെ മുറിയിലെ കുരിശുരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട്, ഇതാണ് എൻ്റെ കരുത്ത്, ഇതാണ് എൻ്റെ ജ്ഞാനത്തിൻ്റെ സ്രോതസ് എന്ന്. അപ്പോൾ കുരിശിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരിക്കലും കരുത്തില്ല, നമുക്ക് ബലമില്ല. സഹിച്ചവൻ്റെ കരുത്താണ് ഏറ്റവും വലിയ കരുത്തെങ്കിൽ, ഈ സഹന വഴികളിലൂടെ നടക്കാൻ നിനക്ക് നൽകുന്ന ചൈതന്യമാണ് ദൈവവചനം എന്ന് തിരിച്ചറിയുക. ഈ വചനത്തെ ഉപാസിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൃപയുടെ ഈ ബലി നമ്മെ യോഗ്യരാക്കട്ടെ.